ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിയോറ പാട്രിയോട്ട്. നമ്മൾ നേരത്തെ ഒരു ചെറിയ ക്വിക്ക് വീഡിയോ ചെയ്ത് പോയി, എന്നാലും ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അനൗൺസ് ചെയ്ത സമയത്തും മൊത്തത്തിൽ ഇറങ്ങാൻ പോകുന്ന സമയം വരെ ഒരു വലിയ ഹൈപ്പ് ഇനി ഉണ്ടായിട്ടില്ലെങ്കിലും ആസ് എ സിനി ലവർ 10-18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കി ലാലേട്ടന് ഒരേ ഫ്രെയിമിൽ കാണാൻ പോകുന്നു എന്നുള്ള ഒരു ഫാക്ടർ, അതൊരു ഹൈപ്പ് തന്നെയാണ്. ആ ഹൈപ്പോട് കൂടി തന്നെയാണ് ഇന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിട്ടുള്ളത്. ലൈക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് പടത്തിലോട്ട് തന്നെ വരാം. മഹേഷ് നാരായൺ പടത്തിൻ്റെ റൈറ്റർ കം ഡയറക്ടർ. ആളുടെ ഒരു മെത്തേഡ് ഓഫ് ഫിലിം മേക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ടേക്ക് ഓഫ് ആയാലും മാലിക്കലായാലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് പടം എടുക്കുന്ന സ്റ്റൈലിൽ പടം എടുക്കുന്ന ഒരാളല്ല മഹേഷ് നാരായണൻ. ആൾ ബേസിക്കലി കുറച്ചൊരു ക്ലാസ് ആയിട്ടാണ് ഫിലിംസ് ആളെ പൊതുവെ വരിക. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് പടം സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ളൊരു സോഷ്യൽ ഇഷ്യൂ തന്നെയാണ് പടം ഹാൻഡിൽ ചെയ്യുന്നത്. ലൈക്ക് അത് കുറച്ചും കൂടെ ഇത് സെൻട്രൽ ഗവൺമെൻറ് ആ ഒരു രീതിയിൽ കണക്ട് ചെയ്തിട്ട് ഡൽഹി ബേസ് ചെയ്തിട്ടാണ് പടം മുമ്പോട്ട് പോകുന്നത്. അത്യാവശ്യം ശരിക്കും പറഞ്ഞാൽ ലാഗ് നല്ലോണം വരേണ്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു. എന്നാലും ചെറിയ രീതിയിൽ ലാഗ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അത്യാവശ്യം ക്വാളിറ്റി മേക്കിംഗ് കൊണ്ടും മമ്മൂക്കേൻ്റെ പെർഫോമൻസ് കൊണ്ടും നമുക്ക് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ തന്നെ കണ്ടിരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ ലാഗ് വരുന്നുണ്ടെങ്കിലും ഓക്കെ, മൊത്തത്തിൽ പറയാനാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വാച്ചബിൾ ആയിരുന്നു. പ്രീ ഇൻ്റർവൽ സീനിൽ ഒരു കത്തിക്കൽ പരിപാടി കാര്യങ്ങളുണ്ട്. അതോടുകൂടി നല്ല തരിപ്പിലാണ് തിയേറ്ററിൽ നിന്ന് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടൊന്ന് ആ ഇൻ്റർവെല്ലിന് പുറത്തിറങ്ങിയത്. സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ പരിപാടികൾ സംഭവങ്ങൾ തന്നെയാണ്. വൻ പരിപാടി വരുന്നത്, അത് പിന്നിപ്പോൾ ലാലേട്ടൻ വരുന്നതായാലും പരിപാടികളും ലാലേട്ടൻ്റെ ചില സാധനങ്ങളും ലാലേട്ടനെയും മമ്മൂക്കേനെയും ഒന്നിച്ച് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു തിയേറ്റർ ഓർഗാസം ഇല്ലേ, അതെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൻ്റെ പകുതി വരെ പടം നല്ല എൻജോയ് ആയിട്ട് തന്നെയാണ് കണ്ടത്. പടം പിന്നെ നൈസായിട്ട് കൈമെന്ന് പോയത് ഏകദേശം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സോട് എത്തുമ്പോൾ. കാരണം ആ ക്ലൈമാക്സ് ഗംഭീരമാകുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ആ ക്ലൈമാക്സ് കണ്ടിട്ടില്ല ഇറങ്ങുന്നത്. അപ്പോൾ ക്ലൈമാക്സ് ഹൈ ആണെങ്കിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മി ഹൈ ആയിരിക്കും. നമുക്ക് ആ പടത്തിനെ പറ്റി ഫുൾ പോസിറ്റീവേ പറയാനുണ്ടാവും. പക്ഷേ ക്ലൈമാക്സിലോട്ട് എത്തുന്തോറും പടം ഭയങ്കര സ്ലോ ആയി, എന്തൊക്കെയോ സ്പ്ലിറ്റായിട്ട് പല കാര്യങ്ങളിലേക്ക് പോയ പോലെ തോന്നി. ഒരു 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 എന്താ പറയുക, നാടൻ ശൈലിയിൽ നമ്മളൊരു അന്തവും കുന്തവും ഇല്ലാതെ പോലെ എന്ന് പറയും. എന്തൊക്കെയോ ആയിട്ട് ഒരു ഇമോഷണൽ പരിപാടി ഉദ്ദേശിച്ചു. പക്ഷേ അത് എനിക്ക് ആ ക്ലൈമാക്സ് അത്ര വർക്കൗട്ട് ആയില്ല. അതും കൂടെ അടിപൊളിയാണെങ്കിൽ ഇതിലും ഗംഭീരമായേനെ പടം. ഇനി ടെക്നിക്കലി പറയാനാണെങ്കിൽ പടത്തിൻ്റെ സിനിമാറ്റോഗ്രഫി നല്ലായിരുന്നു. പുറത്ത് പോയി ഷൂട്ട് ചെയ്ത ഒരുപാട് വിഷ്വൽസ് ഉണ്ട്. ഇപ്പോൾ പുള്ളിയുടെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. സിനിമാറ്റോഗ്രഫി കൊള്ളായിരുന്നു. എഡിറ്റിങ്ങും റൈറ്റിങ്ങും ചെയ്തിട്ടുള്ളത് മഹേഷ് നാരായണൻ തന്നെയാണ്. സ്ക്രീൻ പ്ലേ വൈസ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. കാരണം ചില ലാഗ് വരുന്നുണ്ട്, അത് ആ സ്ക്രീൻ പ്ലേയിലുള്ളൊരു മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷേ അത് ക്വാളിറ്റി വിഷ്വൽസ് കൊണ്ട് തന്നെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഒരു വിധത്തിൽ. പിന്നെ പറയാനുള്ളത് മ്യൂസിക്കാണ്. മ്യൂസിക് എന്ന് പറയുമ്പോൾ സുഷിൻ ശ്യാമാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത് പടത്തിൻ്റെ. അപ്പോൾ പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വമ്പൻ അങ്ങനെ ഒരു അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നത് എനിക്കൊന്ന് ലാലേട്ടൻ്റെ ആ ഒരു ഇൻട്രോ സമയത്ത് അത്യാവശ്യം അപ്ലിഫ്റ്റിംഗ് പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ആ നമ്മൾ ട്രെയിലറിലെല്ലാം കണ്ടിട്ടില്ല ആ ഒരു വെടിവെക്കുന്ന പരിപാടി, നമ്മളെ ടാറ്റ സഫാരി എന്നില്ലേ, ആ സമയത്തുള്ള മ്യൂസിക്കും കാര്യങ്ങളെല്ലാം കൊള്ളായിരുന്നു. പിന്നെ 1-2 പാട്ടുണ്ട്, അതും ഒരു ഓക്കെ ലെവലായിട്ടാണ് തോന്നിയത് പാട്ടുകളെല്ലാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വാച്ചബിൾ അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് തിയേറ്ററിൽ പോയി കണ്ടോ നിങ്ങളെടുത്ത് പറയുന്നതിൻ്റെ കാരണം മമ്മൂക്കേനെ ലാലേട്ടനെ ഒന്നിച്ച് കാണുക. അതിലും വലിയ സന്തോഷം നമുക്കെന്ന് പറയില്ലേ. അത് ആ തിയേറ്ററിൻ്റെ അകത്ത് കൈയടിക്കാനും നമുക്ക് എൻജോയ് ചെയ്യാനും നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് വൈബാക്കാനും ഉള്ള സാധനം അത്യാവശ്യം മഹേഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ചും കൂടി വേണമായിരുന്നു എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇനി ഇതുപോലൊരു സിനിമ സംഭവിക്കുമോ എന്നുള്ളത് സംശയമാണ്. മമ്മൂക്കേൻ ലാലേട്ടനും ഇനി ഇതുപോലെ ഒന്നിച്ച് വരുമോ എന്നുള്ളത്. കുറച്ചും കൂടെ മഹേഷിന് യൂസ് ചെയ്യായിരുന്നു, ഇവരെ കുറച്ചും കൂടി യൂസ് ചെയ്യായിരുന്നു എന്ന് തോന്നി പടം കണ്ടപ്പോൾ മഹേഷ് നാരായണന്. പിന്നെ ഉള്ളത് കുബോ, നമ്മുടെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ. കുഞ്ചാക്കോ ബോബൻ നീറ്റായിട്ട് തന്നെ പുള്ളിക്ക് കിട്ടിയ റോൾ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. ഫഹദിൻ്റെ ക്യാരക്ടറെ എഴുതി വെച്ചതേ ഒരു സുഖമില്ലാത്ത ക്യാരക്ടർ. ആ ക്യാരക്ടറിനെ ഒരു പൂർണ്ണതയില്ല അതിൽ. ഫഹദിൻ്റെ അച്ഛനായിട്ട് ആള് ആക്ടിങ് ഒക്കെ ആയിരുന്നു. പക്ഷേ ആ ക്യാരക്ടറും എന്താണ് എന്നാണെന്ന് ഒരു പിടുത്തമില്ല മൊത്തത്തിൽ ഫഹദിൻ്റെ അച്ഛൻ്റെയും ക്യാരക്ടർ. പിന്നെ ലേഡി സൈഡിൽ നയൻതാര ഉണ്ട്, അതുപോലെ രേവതിയൊക്കെ കുറച്ച് സ്ക്രീൻ സ്പേസ് കുറച്ചേ ഉള്ളൂ, നയൻതാരക്കും കുറച്ചേ ഉള്ളൂ. പിന്നെ മമ്മൂക്കയുടെ വൈഫായിട്ട് വന്ന ആ ലേഡി, അവരുടെ പേരും ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. അപ്പം മൊത്തത്തിൽ പറയാനാണെങ്കിൽ ആ ക്ലൈമാക്സും കൂടി അടിപൊളി ആയെങ്കിൽ പരിപാടി വേറെ ലെവലിലേക്ക് പോട്ടി, വമ്പ പരിപാടി ആവട്ടി. പക്ഷെ ഇത് മൊത്തത്തിൽ എന്താ പറയുക, മമ്മൂക്കേനെയും ലാലേട്ടനെയും ഒന്നിച്ച് കണ്ടിട്ട് പരിപാടി നമുക്ക് കുറച്ചും കൂടെ വേണമായിരുന്നു എന്നുള്ളത്. അപ്പോൾ മൊത്തത്തിൽ പറയാനാണെങ്കിൽ വാച്ചബിളാണ് പടം, അത്ര മോശമൊന്നുമല്ല. കാരണം ക്വാളിറ്റി മേക്കിംഗ് ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ആ ക്വാളിറ്റി മേക്കിങ്ങിൽ നമുക്ക് പരിപാടികൾ കണ്ടിരിക്കാം. പക്ഷെ എനിക്ക് പേഴ്സണലി ആ ഒരു ക്ലൈമാക്സോട് എത്തുമ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ക്ലൈമാക്സ് എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല.
പിന്നെ ആക്ഷൻ സീക്വൻസിനെ പറ്റി പറയാനാണെങ്കിൽ മമ്മൂട്ടിയും ലാലേട്ടനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടാളും ഒന്നിച്ച് വലിയ പരിപാടി ആയാലും ആക്ഷൻ പരിപാടി അത്യാവശ്യം ഇവർ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയായാലും ലാലേട്ടനായാലും പെർഫോമൻസ് വൈസ് ആയാലും മമ്മൂക്കയും ലാലേട്ടനെല്ലാം ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറയാനാണെങ്കിൽ ഇതാണ്, ഇറ്റ്സ് എ വാച്ചബിൾ മൂവി. നല്ലൊരു ക്വാളിറ്റി മേക്കിങ്ങും പിന്നെ എല്ലാത്തിലും ഉപരി ശരി ഇതിനെപ്പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല. മമ്മൂക്കയും ലാലേട്ടനും ഒന്നിച്ചില്ല പടം 10-18 കൊല്ലങ്ങൾക്ക് ശേഷം മമ്മൂക്കയും ലാലേട്ടനും ഒന്നിച്ച് സ്ക്രീനിൽ കാണണമെന്നുണ്ടെങ്കിൽ നേരെ തിയേറ്ററിൽ പോവുക, പടം കാണുക. ആ ഒരു ഫാക്ടറിന് വേണ്ടി തിയേറ്ററിൽ പോവുക, പടം കാണുക. ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. താങ്ക് യു. നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്ക് നോക്കാം മൊത്തത്തിൽ പടത്തിൻ്റെ അഭിപ്രായം എന്ന് നമുക്ക് നോക്കാം ഓവറോൾ. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. താങ്ക് യു.